ഞങ്ങൾ കുറുകിയ ചാത്തന്മാർ നിങ്ങളെ തേടി വരുന്നു. ആ ഗ്രാമത്തിലെ ഗ്രാമദേവതയുടെ കൂടെ അകമ്പടിയായി ചെറിയ ഉയരമില്ലാത്ത ചാത്തന്മാർ അകമ്പടിയായി കുളിയും തേവാരവും നടത്താൻ വേണ്ടി ചാലിയാറിന്റെ തീരത്തേക്ക് എഴുന്നള്ളുന്ന ഒരു കാഴ്ചയുണ്ട്. മലപ്പുറം ജില്ലയിലെ ചാലിയാർ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പല ഗ്രാമങ്ങളിലെ മുത്തശ്ശിമാർക്കും പറയാനുള്ള ഒരേ ഒരു ഭയപ്പെടുത്തുന്ന ഒരു കഥയാണ് ഈ കുറുകിയ കുള്ളന്മാരായ ചാത്തന്മാരുടെ കഥ. കേൾക്കുമ്പോൾ അല്പം വിചിത്രമായി തോന്നാം, അല്ലെങ്കിൽ അവിശ്വസനീയമായി തോന്നാം. എന്നാൽ ഇതൊന്നും ഒരിക്കലും കള്ളമല്ല. യഥാർത്ഥത്തിൽ ചാലിയാറിന്റെ തീരത്തേക്ക് എഴുന്നള്ളുന്ന ചെറിയ കുഞ്ഞു ചാത്തന്മാരുടെയും ആ ഗ്രാമങ്ങളിലെ അമ്പലങ്ങളിൽ വസിക്കുന്ന ആ ഗ്രാമത്തിലെ ദേവതയുടെയും കഥയാണിത്. അങ്ങനെയുള്ള ഒരുപാട് കഥകൾ നമ്മുടെ ചാലിയാർ പുഴയ്ക്ക് പറയാനുണ്ട്. അതിലൊരു കഥ കേൾക്കാം നമുക്ക്. ആയിരത്തി 1980-കൾക്ക് മുന്നെയാണ് ഈ കഥ നടന്നിരിക്കുന്നത്. അന്നത്തെ കാലത്ത് വെളിച്ചവും വെട്ടവും ഒന്നും പലയിടങ്ങളിലേക്കും എത്തിയിട്ടില്ല. അർദ്ധരാത്രി പോലെ തന്നെ ആയിരുന്നു പകൽ സമയങ്ങളിലും അവിടെ ഉള്ളവർക്ക് ഉച്ചയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ പേടിയായിരുന്നു. കാരണം എല്ലാവരും വിശ്വസിച്ചതുപോലെ ഈ ചെറിയ ചാത്തന്മാരുടെ കൂടെ ദേവി എഴുന്നള്ളുന്ന സമയമാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു ഉച്ചനേരത്ത് ആ സമയത്ത് ആ പുഴക്കടവിലേക്ക് ആരും തന്നെ പോകാറുണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലത്തെ പോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിലും വിശ്വസിക്കാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിലൊന്നും ആർക്കും വിശ്വാസമുണ്ടാവില്ല. അങ്ങനെയുള്ള ചില ജനങ്ങളും അന്ന് ജീവിച്ചിരുന്നു. ആ സമയത്ത് ഉച്ചയ്ക്ക് പുഴയിലേക്ക് ചെന്ന ഒരു യുവാവ് കണ്ട കാഴ്ചയാണ് ഈ ഒരു കഥ. അതിനുശേഷം അദ്ദേഹത്തിന്റെ സമനില തന്നെ മാറ്റിമറിച്ച ഒരു ഭയപ്പെടുത്തുന്ന കഥ. ഇന്നും നിലമ്പൂരിലെ ചാലിയാറിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ ഗ്രാമത്തിൽ ആ ഒരു യുവാവ് ഇന്നും മുഴുഭ്രാന്തനായി നടക്കുന്നു. അവന് ലഭിച്ച ആ ഭ്രാന്ത് ഒരു ശാപമായിരുന്നു എന്നത് പിന്നീട് അവരെല്ലാവരും മനസ്സിലാക്കി. പണ്ടത്തെ കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരും നമ്മുടെ അമ്മമാരും പറയാറുണ്ട്, ത്രിസന്ധ്യ സമയങ്ങളിലും ഉച്ച സമയങ്ങളിലും പുറത്തേക്കോ അല്ലെങ്കിൽ പുഴക്കടവിലേക്കോ കുളക്കടവുകളിലേക്കോ ശവക്കോട്ടയ്ക്ക് അരികിലേക്കോ ഒന്നും പോവാൻ പാടില്ല എന്ന്. അതിന് ഒരു കാരണം തന്നെയുണ്ട്. ശവക്കോട്ടകൾ സ്ഥിതി ചെയ്യുന്ന പല ഭാഗങ്ങളിലും ആ ശ്മശാനത്തിൽ ജീവിച്ച ചുടലഭദ്രകാളി എന്ന ഒരു ദൈവസങ്കല്പം എല്ലാവരും വിശ്വസിച്ചു പോന്ന ഒരു സങ്കല്പമാണ്. ശ്മശാനത്തിൽ ഏറെ നേരം കഴിഞ്ഞതിന് ശേഷം ആ ചുടലഭദ്രകാളി ചാത്തന്മാരുടെ അകമ്പടിയോടുകൂടി ആ ഒരു പുഴക്കടവിലേക്ക് എഴുന്നള്ളുമായിരുന്നു. ആരും ഈ ചുടലഭദ്രകാളിയെ കാണാതിരിക്കാനുള്ള ദൗത്യമാണ് ഈ കുള്ളന്മാരായ ചാത്തന്മാരെ ദേവി ഏൽപ്പിച്ചിരിക്കുന്നത്. ആരെങ്കിലും ദേവിയെ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ പിന്നീട് ചാത്തന്മാർക്കാകും ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഈ ദേവിയെ ആരും കാണാതെ തേവാരം നടത്തി തിരികെ ശ്മശാനത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ചുമതല ആ ഒരു കുറുകിയ കുള്ളന്മാരായ ചാത്തന്മാർക്കായിരുന്നു. എന്നാൽ ഈ ചാത്തന്മാരെ പുറമെയുള്ള ജനങ്ങൾ കാണുന്നതിൽ തെറ്റില്ല. എന്നാൽ ചാത്തന്മാരെ അവർ കണ്ടെന്ന് ചാത്തന്മാർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈ ചാത്തന്മാർ അവരെ നോക്കി ഒരു ചിരി ചിരിക്കും, ഒരു ചെറിയ ചിരി. ആ ഒരു ചിരിയിൽ തന്നെ അവരുടെ ലോകം മുഴുവൻ അവസാനിക്കുമായിരുന്നു. അടുത്ത ദിവസത്തിന് ശേഷം ഒന്നെങ്കിൽ അയാൾക്ക് മുഴുഭ്രാന്ത്, അല്ലെങ്കിൽ ആ ശവക്കോട്ടയിലേക്ക് അയാളുടെ ശവത്തെ കാത്തിരിക്കുമായിരുന്നു ഈ ചെറിയ കുള്ളന്മാരായ ചാത്തന്മാർ. അല്പം വിചിത്രമായ കഥ തന്നെയാണ്. എങ്കിലും ഇത് കണ്ടവരും അതുപോലെ ഈ ഒരു കഥാ ഐതിഹ്യം അറിയുന്നവരും ഏറെയാണ്. എന്നാലും ഈ ഒരു കാലഘട്ടത്തിൽ അത്തരം കാഴ്ചകൾ കണ്ടവരും അത്തരം കഥകൾ അറിയുന്ന മുത്തശ്ശിമാർ വളരെ ചുരുക്കമാണ്. ഇത് എന്നോട് ഒരു ഇടറിയ സ്വരത്തിൽ അല്ലെങ്കിൽ ഒരു ക്ഷീണിച്ച സ്വരത്തിൽ എനിക്ക് പറഞ്ഞു കേൾപ്പിച്ച ഈ മുത്തശ്ശിയോട് എനിക്ക് വളരെയധികം ഇഷ്ടം തോന്നിയിരുന്നു. കാരണം എൻ്റെ കഥകളൊക്കെ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞ് ആ മുത്തശ്ശി ആദ്യമായി ആ ശബ്ദ സന്ദേശം അയച്ചപ്പോൾ എനിക്ക് ആശ്ചര്യമാണ് തോന്നിയത്, ഒപ്പം സന്തോഷം. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആ മുത്തശ്ശി ഞാനൊരു കഥ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് എന്നോട് ഈ കഥ പറഞ്ഞത്. അന്നത്തെ കാലത്ത് വീട്ടിലെ സ്ത്രീകളൊക്കെ പണികളും അതുപോലെ അലക്ക് ജോലികളെല്ലാം കഴിച്ച് പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി പോകുമായിരുന്നു.
എന്നാൽ അകത്തേക്ക് കയറിപ്പോയതിനു ശേഷം ചില വീടുകളിൽ പല സ്ത്രീകളും ഒരു കാര്യം മറന്നു പോകുമായിരുന്നു. ചാത്തന്മാർക്ക് പുറത്ത് വെള്ളം വെച്ചില്ല എന്ന സത്യം. ചാത്തന്മാർക്ക് എന്തിനാണ് വെള്ളമല്ലേ? എന്നാൽ ഞാൻ പറയാം, ചുടല ഭദ്രകാളിയെ അകമ്പടിയായി കൊണ്ടുപോകുന്ന സമയത്ത് ഈ കുറുകിയ ചാത്തന്മാർ പെട്ടെന്ന് ക്ഷീണിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത പുഴയിലേക്ക് അവർ എത്തും മുന്നേ തന്നെ അവർക്ക് വിശപ്പും ദാഹവും ഏറി വരുമായിരുന്നു. അങ്ങനെ വിശപ്പും ദാഹവും ഏറി ഈ ചുടലഭദ്രകാളിക്ക് കൂട്ടുപോകുന്ന ഈ ചാത്തന്മാർക്ക് ദേഷ്യം വരികയും ആര് വസിക്കുന്ന വീടിന് മുന്നിലാണോ ഈ ചാത്തന്മാർ വിശന്ന് നിൽക്കുന്നത് അവർ ആ വീടിന് നേരെ നോക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ആ സമയത്ത് ആ വീടിനടുത്ത് വെള്ളമില്ലെങ്കിൽ ആ വീടിനെ അവർ ശപിക്കുമായിരുന്നു പോലും. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് മിക്ക വീടുകളിലും ഉച്ച സമയങ്ങളിൽ എല്ലാ ജോലികളും തീർത്തതിന് ശേഷം പുറത്ത് എന്തെങ്കിലും ഒരു പാത്രത്തിൽ, പ്രത്യേകിച്ച് ഈ പാള കൊണ്ടോ അല്ലെങ്കിൽ ഓല കൊണ്ട് മേഞ്ഞ കൊട്ടയിൽ അല്പം എന്തെങ്കിലും ഇലകൾ വെള്ളം തൂർന്നു പോവാതിരിക്കാനായി വെച്ച് ഈ ചാത്തന്മാർക്ക് വെള്ളം വെക്കുന്നത് പതിവായിരുന്നു. എന്നാൽ ഇവരുടെ അകമ്പടിക്ക് ശേഷം ഉച്ച സമയത്തിന് ശേഷം ആരെങ്കിലും ഈ വെള്ളം വന്ന് നോക്കുമ്പോൾ അതിനകത്തെ വെള്ളമെല്ലാം ആരോ കുടിച്ചു തീർത്ത പോലെ തന്നെയായിരുന്നു. അല്പം വിചിത്രമായ കഥ തന്നെയാണ്. കാരണം ഇങ്ങനെയൊക്കെ ആയിരുന്നു ആ ഗ്രാമത്തിലെ ഓരോരുത്തരുടെയും വിശ്വാസം. എന്നാൽ ഇതെല്ലാം മറികടന്ന് ഒരു ചെറുപ്പക്കാരൻ ഈ കഥകളൊക്കെ അറിയാമായിരുന്നിട്ടും ശ്മശാനത്തിനരികെയുള്ള ചാലിയാറിന്റെ തീരത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഉച്ച സമയത്തെ കുളി അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. അന്ന് ഇദ്ദേഹം ഉച്ചയ്ക്ക് ചാലിയാറിന്റെ പുഴയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തോ ഒരു മണിയടി ശബ്ദം കേൾക്കുന്നത്. എവിടെ നിന്നോ കുറെ മണിയടി ശബ്ദങ്ങൾ കേൾക്കുന്നത് കണ്ടപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹം തിരിഞ്ഞു നോക്കിയത്. ആ സമയത്ത് തൊട്ടടുത്ത കടവിൽ എന്തോ ഒരു രൂപം തനിക്ക് നേരെ നോക്കി നിൽക്കുന്നതാണ് ഈ യുവാവ് അവസാനമായി കണ്ടത്. എന്നാൽ അദ്ദേഹത്തിന്റെ കാഴ്ച മങ്ങും മുന്നേ അദ്ദേഹം കണ്ട ചില കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ സമനില നശിക്കും മുന്നേ അയാൾ പറഞ്ഞിരുന്നു. ഒരു ദേവി, അതിനു ചുറ്റും കുറെ കുറുകിയ മനുഷ്യന്മാർ, എല്ലാവരുടെ തലയിലും രാജകിരീടം പോലെയുള്ള തൊപ്പികൾ, കയ്യിൽ വലിയ കുന്തങ്ങൾ. അവർ എന്നെ തന്നെ നോക്കി നിൽക്കുന്നു. എന്നാൽ അവർ എന്നെ നോക്കി ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നില്ല, അവർ എന്നെ നോക്കി ചിരിക്കുകയായിരുന്നു. ആ ചിരി കണ്ടതിൽ തന്നെ എൻ്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. ഇത്രയും പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ സമനില നഷ്ടപ്പെട്ടത്. ഇന്നും അദ്ദേഹം ഈ ഒരു കാര്യങ്ങളൊക്കെ ആര് ചോദിച്ചാലും പറയാറുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്തെ തലമുറക്കാർ ആരും ആ കഥകൾ വിശ്വസിക്കുന്നില്ല. എന്നാൽ പഴമയുടെ ഈ കഥ അറിയാവുന്ന ആ നാട്ടിലെ ഗ്രാമവിശ്വാസികൾ ഇതെല്ലാം വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഒരു വിചിത്രമായ സത്യം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ചില സാമ്യമുണ്ട്. ചുടലഭദ്രകാളി എന്നത് ശ്മശാനത്തിൽ വസിക്കുന്ന ഒരു ദേവീ രൂപമാണ്. ആ ദേവീ രൂപത്തിന് കാവലാണ് ഈ കുറുകിയ ചാത്തന്മാർ. ഈ കുറുകിയ ചാത്തന്മാരുടെ തലയിൽ രാജകിരീടം, അതായത് രാജാക്കന്മാർ വെക്കുന്നത് പോലെയുള്ള ഒരു തലപ്പാവ് ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ ചെറിയ കുന്തങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് അവിടുത്തെ അമ്പലത്തിലെ ഒരു ഗ്രന്ഥത്തിൽ നിന്നും വായിച്ചു കേട്ട അറിവ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ എന്തൊക്കെയോ വിശ്വാസമുണ്ടെന്ന ധാരണ ആ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു. ചാത്തന്മാരെ കുറിച്ച് നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ട്, അല്ലെ? എന്നാൽ കുറുകിയ ചാത്തന്മാരെ കുറിച്ചുള്ള കഥ ഇതാദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഈ മുത്തശ്ശി എന്നോട് ഈ കഥ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കൗതുകം തോന്നിയത് ഈ കുറുകിയ ചാത്തന്മാരെ കുറിച്ചാണ്. ഞാൻ ഏറ്റവും കൗതുകത്തോടെ കാത്തിരുന്ന നിമിഷമാണ് ഈ ചാത്തന്മാരുടെ രൂപം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. എന്നാൽ എനിക്ക് അതിന് ലഭിച്ച ചില സാമ്യമായ വേഷങ്ങൾ ഇത് തന്നെയായിരുന്നു. ഞാൻ വളരെ ഇഷ്ടത്തോടെ കേട്ടുകഴിഞ്ഞ ഈ കഥ കേട്ടതിന് ശേഷം എനിക്ക് ഈ കഥ നിങ്ങളുകൂടി കേൾക്കണമെന്ന് ആഗ്രഹമായിരുന്നു. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.